തലേ ദിവസം കിടന്നുറങ്ങുമ്പോൾ എന്തായാലും അത്താഴത്തിന് നേരത്തെ നീക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടന്നുറങ്ങണത്. പക്ഷെ ഞാൻ നീറ്റത് 5:20-നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആകെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ വേഗം നിസ്കരിച്ച് ഖുർആൻ ഓതി കുറച്ച് നേരം ഇരുന്ന് പഠിച്ച്, അതായത് ഒരു 8 മണി വരെ. കഴിഞ്ഞ് എൻ്റെ ഉറക്കം ശരിയാവാത്തതുകൊണ്ടൊന്നും അറിയില്ല, ഞാൻ വേഗം പോയി കിടന്നുറങ്ങി. പിന്നെ ഞാൻ നീറ്റത് 11 മണിയാകുമ്പോഴാണ്. നീറ്റ് ബെഡ് ശരിയാക്കി മോർണിംഗ് ഹാബിറ്റ്സൊക്കെ കഴിഞ്ഞ് ഡേ പ്ലാൻ ചെയ്യായിരുന്നു. പ്ലാനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോയി ഫ്രഷ് ആവാൻ പോയി. അന്ന് ഹെയർ ഡേ ആയതുകൊണ്ടാണ് ഷാമ്പു കണ്ടീഷണർ ഞാൻ യൂസ് ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പോയി നിസ്കരിച്ച് ഖുർആൻ ഓതി. അങ്ങനെ നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ പോയിട്ടുള്ളത്. നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കാണ് എൻ്റെ സ്കിൻ കെയർ ടൈം. നോമ്പിൻ്റെ ടൈമിൽ ലിപ്സ്റ്റിക്കും പിന്നെ ലിപ് ബാമും ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നോമ്പിൻ്റെ ടൈമിൽ ഈ ലിപ് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യണില്ല. പക്ഷേ ഞാൻ ഫേസ് പ്രൊഡക്ട്സും പിന്നെ ഹാൻഡ് ക്രീമും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഫേസ് പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ അൺഡ്രൈ ജെല്ല് ഇവിടെ വെറുതെ വെച്ചിരിക്കുക. പിന്നെ ഞാൻ ഹാൻഡ് ക്രീമും പിന്നെ ഫേസ് റോളറും യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹാൻഡ് ക്രീം യൂസ് ചെയ്യുമ്പോഴാണ് സൺലൈറ്റ് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ക്ലിപ്സൊക്കെ നല്ല ഇഷ്ടമായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മക്ക് എവിടേക്കോ പോകേണ്ട ആവശ്യമായിരുന്നു. അപ്പോൾ ഉമ്മ പോകുന്ന ടൈമിൽ ഡോർ എടുക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് പോയതാണ്. അപ്പോഴാണ് ഞാൻ സ്കൈ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ സ്കൈയുടെ ഫോട്ടോസ് ഇടയ്ക്കിടയ്ക്ക് ഇട്ടിരുന്നു. ഇപ്പോൾ ഇടാൻ ടൈമില്ല, കാരണം എന്നാൽ പുറത്തേക്ക് ഇറങ്ങണില്ല, ഫുൾ ടൈം റൂമിൽ തന്നെയല്ലേ. ഇൻ കേസ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ മിക്കതും ക്ലിയർ സ്കൈ ആവും കാണാം. പിന്നെ രാവിലെ ടെറസിൽ പോയി പഠിക്കുമ്പോൾ ക്ലൗഡൊന്നും ഉണ്ടാവില്ല. പിന്നെ നല്ല വെയിലുള്ള ടൈമായിരുന്നു. സൂര്യനൊക്കെ ഇങ്ങനെ കത്തി നിൽക്കായിരുന്നു. പിന്നെ എനിക്ക് തോന്നി സൺസ്ക്രീൻ ഇട്ടതിന് ഒരു ഉപകാരം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എൻ്റെ ഉമ്മാൻ്റെ ഫ്ലവേഴ്സ് ആട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി വെയിലത്ത് ചെടികളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അങ്ങനെ പിന്നെ ഞാൻ നേരെ അകത്തേക്ക് കയറുമ്പോൾ തിളച്ച വെള്ളത്തിൽ ചവിട്ടിയൊരു ഫീൽ ചെയ്യുന്ന ടൈലുമ്മ ചവിട്ടിയപ്പോൾ. അങ്ങനെ ഫൈനലി ഒരു 1:15-1:30 ആകുമ്പോഴാണ് ഞാൻ പഠിക്കാനിരിക്കുന്നത്. ബെഡിലിരുന്ന് പഠിക്കുമ്പോൾ സാധാരണ ഉറക്കം വരലാണ് പതിവ്. പക്ഷെ എനിക്കെന്തോ അന്ന് ബെഡിൽ തന്നെ ഇരുന്ന് പഠിക്കണം എന്നൊരു തോന്നൽ വന്നപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പഠിച്ചു. ഉറക്കമൊന്നും വന്നില്ല, കാരണം കുറച്ച് നേരമല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. കാരണം അസർ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കിച്ചണിൽ പോയിട്ട് ഇഫ്താറിൻ്റെ പരിപാടികളുണ്ടാവും. പിന്നെ അത്ര നേരം ഇരുന്ന് പഠിക്കുമ്പോൾ ഉറക്കമൊന്നും വരില്ല. നീക്കുമ്പോൾ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു 3 ചാപ്റ്ററൊക്കെ റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ സമയം ഒട്ടും പോണില്ല. അപ്പോൾ ഒരു 4 ചാപ്റ്റർ റിവൈസ് ചെയ്തിട്ട് ഞാൻ ഇട്ടത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫോണിൽ കുറച്ച് നേരം ഇരുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ നല്ല മണ്ണിൻ്റെ മണം. എന്നിട്ട് ഞാൻ പുറത്ത് നോക്കുമ്പോൾ മഴ പെയ്യുന്നു. ഇപ്പം ഞാൻ പഠിച്ചൊരു നേരത്തല്ലേ കുറച്ച് നേരത്തെ വെയിലുണ്ടായിരുന്നു. ഇപ്പം എത്ര പെട്ടെന്ന് മഴ പെയ്തതെന്നായി. പിന്നെ റൂമിലേക്ക് വന്നപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു മഴ പെയ്തിട്ട്. അപ്പോൾ ഞാൻ നേരെ പോയി ഒരിടത്ത് അസറിസ്കരിക്കാൻ പോയി. അങ്ങനെ ഫൈനലി ഇഫ്താർ പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമായി. മിക്ക ദിവസങ്ങളിലും സമൂസ ഉണ്ടാവും നോമ്പ് തുറക്കുമ്പോൾ. എല്ലാ ദിവസവും ഇല്ല, എന്നാലും ഇടവിട്ടിട്ട് സമൂസ ഉണ്ടാവലുണ്ട്. അപ്പോൾ സമൂസക്കുള്ള പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്യാണ് ഇത്. സമൂസ ഉണ്ടാക്കൽ ഉമ്മയാണ്, ഞാനല്ല. കാരണം ഞാനൊരു ദിവസം ഉണ്ടാക്കിയപ്പോൾ നല്ല കൊളായി. അതിൻ്റെ ശേഷം ഉമ്മയാണ് അത് ചെയ്യൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബർഗർ ഉണ്ടാക്കുമ്പോൾ എനിക്കെന്താണെന്നറിയില്ല, എനിക്ക് ഈയിടെയായിട്ട് ബർഗറൊക്കെ തിന്നാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ വീട്ടിൽ നിന്ന് എന്തായാലും പുറത്തുനിന്ന് ഓർഡർ ചെയ്യാൻ സമ്മതിക്കില്ല, നോമ്പിൻ്റെ ടൈമായതുകൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചുണ്ടാക്കാമെന്ന്. സാധാരണ എല്ലാവരും ബർഗർ ഉണ്ടാക്കുമ്പോൾ ആദ്യം അവർ ചിക്കൻ പാറ്റി ഉണ്ടാക്കലാണ് പതിവ്. പക്ഷെ ഞാൻ ആദ്യം സോസാണ് ഉണ്ടാക്കിയത്. ചിക്കൻ ഫ്രീസറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വെക്കാൻ നല്ല ലേറ്റായി. അതുകൊണ്ട് തന്നെ ആ ചിക്കൻ ഒന്ന് ആയി കിട്ടാൻ ടൈം എടുത്തു. ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയാൽ എല്ലാവരും റോ ചിക്കൻ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യലാണ്. പക്ഷേ ഇവിടെ ആ ടൈമിൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ മിക്സർ യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചിക്കൻ പൊരിക്കാൻ വെച്ചു. പൊരിച്ച ചിക്കൻ എന്നിട്ട് മറ്റേ വെജിറ്റബിൾസൊക്കെ വേഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇതാക്കണ ഒരു സാധനമില്ലേ, അതായത് അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ഈ ഫ്രൈ ചെയ്ത ചിക്കൻ ഗ്രൈൻഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പാറ്റ് മുക്കി പൊരിക്കാനുള്ള മൈദയുടെ മിക്സും പിന്നെ എഗ് മിക്സും ഉണ്ടാക്കി. മൈദയുടെ മിക്സ് എന്ന് പറയുമ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് മൈദ, പിന്നെ ചില്ലി പൗഡർ, പിന്നെ സോൾട്ട്, പിന്നെ വേണമെങ്കിൽ പെപ്പർ പൗഡർ ഇടാം. ആ ഒരു മിക്സും പിന്നെ വേറൊരു ബൗളിൽ മിൽക്കും എഗ്ഗും കൂടിയിട്ട് മിക്സ് ചെയ്തത്. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഈ പാറ്റി ആദ്യം മൈദയുടെ മിക്സിൽ കുറച്ചിങ്ങനെ
റൗണ്ട് ചെയ്ത് പിന്നെ എഗ് മിക്സിൽ റൗണ്ട് ചെയ്ത് അങ്ങനെ ഒരു 3 പ്രാവശ്യം ഡിപ്പ് ചെയ്ത് റൗണ്ട് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ അത് സൈഡിലേക്ക് മാറ്റി വെച്ചു. പിന്നെ എനിക്ക് ആകെ 2 പാറ്റ് മാത്രം കിട്ടിയുള്ളൂ. കാരണം ഞാൻ കുറച്ച് ഈസായി പറയുന്നത് ബർഗർ ഉണ്ടാക്കണമെന്ന്. അപ്പം അതിന് വേണ്ടി ഇപ്പം മാറ്റി വെച്ച ചിക്കനായിരുന്നു. എന്തായാലും എനിക്ക് ബർഗർ ഉണ്ടാക്കണതിൻ്റെ ഈ സ്റ്റെപ്പൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ലാസ്റ്റിൻ്റെ കൈക്ക് തൊപ്പിട്ട പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ പാറ്റ് റെഡി ആയിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി കിച്ചണിൽ പോയപ്പോൾ ഉമ്മ അപ്പോൾ സമൂസയുടെ ഫില്ല് നമുക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഫ്രൈ ചെയ്യൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പരിപാടിയുണ്ട്. ഞാൻ ബർഗർ പാറ്റ് ഉമ്മക്ക് ഫ്രൈ ചെയ്യാൻ കൊടുത്തിട്ട് സമൂസ ഞാൻ ഉണ്ടാക്കാൻ പോയി. സമൂസയ്ക്ക് ലുക്കൊന്നും ഇല്ലെങ്കിലും സംഭവം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, ഉമ്മയുടെ ഫീലിങ്സ് ആയതുകൊണ്ടേ. അങ്ങനെ സമൂസ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അപ്പുറത്ത് ബർഗറിന് വേണ്ടിയിട്ടുള്ള ബണ്ണില്ലേ, അത് ഞാൻ ബട്ടർ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി. ഇത് ശരിക്കും ബർഗർ ബണ്ണല്ല. ഞാൻ കടയിൽ പോയിട്ട് ബർഗർ ബണ്ണ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ ഇല്ലയെന്ന്. അപ്പോൾ ഞാൻ 2 ഷോപ്പിൽ ചോദിച്ചപ്പോഴും അവിടെ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് അവിടെയുള്ള സാധാ ബണ്ണുണ്ടാവില്ലേ അത് മേടിക്കാമെന്ന്. അപ്പോൾ ആ ബണ്ണാണ് ഈ ബണ്ണ്. അങ്ങനെ ബർഗർ ഉണ്ടാക്കാനുള്ള പാറ്റി, ലെറ്റ്യൂസ്, സോസ്, ബണ്ണൊക്കെ സെറ്റായതിന് ശേഷം ബർഗർ ഇങ്ങനെ ലെയർ ചെയ്യാൻ പോവാണ്. ആദ്യം ബണ്ണ് വെച്ചു, പിന്നെ അതിൻ്റെ മേലെ ലെറ്റ്യൂസ് വെച്ചു, പിന്നെ പാറ്റി വെച്ചു, പിന്നെ ചീസിൻ്റെ സ്ലൈസ് വെച്ചു, പിന്നെ വീണ്ടും ഒരു ബണ്ണ് വെച്ചിട്ട് അടച്ചു. അങ്ങനെ ബർഗർ സെറ്റായി. സംഭവം എല്ലാം കൂടി ഒന്ന് സെറ്റായി വന്നപ്പോൾ ബർഗറിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട് അല്ലേ. അങ്ങനെ ടൈം നോക്കിയപ്പോൾ 6 മണി. പിന്നെ ഫുള്ള് റഷ് ആയിരുന്നു. ഞാൻ വേഗം പോയിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ജ്യൂസും ടാങ്കും ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം പോയിട്ട് ടേബിൾ സെറ്റ് ചെയ്തു. ടേബിൾ മേലെ ഫ്രൂട്ട്സും ബർഗറും ഡേറ്റ്സും സമൂസയും പിന്നെ ഗ്ലാസ്സസും പിന്നെ ടാങ്കൊക്കെ കൊടുന്ന് വെച്ചു. ജ്യൂസ് അപ്പോൾ കൊടുക്കുന്നുണ്ടായിരുന്നില്ല, കാരണം തണുപ്പിച്ചിട്ട് കുടിക്കുമ്പോഴാണ് ജ്യൂസിന് കുറച്ച് ടേസ്റ്റ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കുള്ളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വാങ്ങി കൊടുത്തു. എല്ലാവരും നോമ്പ് തുറന്നു. ഫസ്റ്റ് ഞാൻ ഈത്തപ്പഴം കഴിക്കും, പിന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അങ്ങനെയാണ് ഞാൻ നോമ്പ് തുറക്കുക. പിന്നെ ഒരു ഗ്ലാസ് ടാങ്കും കൂടി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വയറ് അപ്പം തന്നെ ഫുള്ളാവും. സംഭവം നല്ല വിശപ്പുണ്ട്, എന്തായാലും ഇത് ഫുള്ള് കഴിക്കണം എന്നുള്ള മൈൻഡിലാണ് ഞാൻ അവിടെ ഇരുന്നത്. പക്ഷേ ഞാനാകെ ഒരു സമോസയും കുറച്ച് ഫ്രൂട്ട്സും പിന്നെ വെള്ളം നല്ല കുടിച്ചിരിക്കണം. ടാങ്കും വെള്ളവും പിന്നെ ജ്യൂസും അത്യാവശ്യത്തിന് കുടിച്ചിരിക്കണം. ജ്യൂസ് സപ്പോട്ട ജ്യൂസ് ആയതുകൊണ്ട് തന്നെ അതിൽ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ടേസ്റ്റാണെങ്കിൽ ഞാൻ വെറുതെ തിന്നും. അപ്പം ഉമ്മാനോട് വീണ്ടും ഇട് എന്ന് പറയണതാണിത്. കുറച്ചും കൂടി ഇട് എന്ന് പറഞ്ഞാൽ കുറേ ഇട്ട്. ബൂസ്റ്റ് ഉമ്മയുടെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിന്നണോണ്ട് ഉമ്മ എടുത്ത് വെച്ചേക്കുക. ഇത് കുടിച്ചതിന് ശേഷം ഞാൻ നേരെ പോയി നിസ്കരിച്ച്. ബർഗറൊന്നും കഴിച്ചില്ല, നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം കഴിക്കും. അങ്ങനെ മരുന്ന് നിസ്കരിച്ചതിന് ശേഷം ഞാൻ നേരെ പോയിട്ട് ഖുർആൻ ഓതി. പിന്നെ കുറച്ച് നേരം റീൽസൊക്കെ സ്ക്രോൾ ചെയ്ത് ഫോണൊക്കെ നോക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ ബർഗർ കഴിക്കാൻ പോയിക്കണത്. എനിക്കിതിൻ്റെ ഔട്ട്പുട്ട് നല്ല ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബർഗറിൻ്റെ ഒരു ബൈറ്റ് കഴിച്ചപ്പോൾ എൻ്റെ മോനെ സ്വർഗം എന്നൊക്കെ പറയില്ല ഒരു യൂട്യൂബർ, അതേ ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ ചിക്കൻ മേടിക്കുമ്പോൾ എന്തായാലും ഒരു ബർഗർ നിർബന്ധമാവും. അങ്ങനെ ഫൈനലി പഠിക്കാൻ ടൈമായി. പഠിക്കാന്നല്ല, ഇതിപ്പോൾ ഞാൻ നേരത്തെ 4 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ ചാപ്റ്ററിലത്തെ ഒരു ചാപ്റ്റർ ഞാൻ കാണാപ്പാടെ എഴുതുക. അപ്പോൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ്ലി എഴുതി കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് മുട്ടായി തിന്നാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ തിന്നും, പക്ഷേ എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം. അങ്ങനെ ഞാൻ എഴുതാനിരുന്ന് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറഞ്ഞ ഒരു ബയോളജി ചാപ്റ്ററാണ് ഞാൻ എഴുതണത്. ഫസ്റ്റ് എഴുതുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ പാരഗ്രാഫൊക്കെ ആയിട്ട് എഴുതിയത്. കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് ഞാൻ എഴുതിയത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മടിയായി. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതാൻ തുടങ്ങി. ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം എഴുതുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ പാരഗ്രാഫായിട്ട് ലൈൻ ബൈ ലൈൻ എഴുതാണ്ട് ഇങ്ങനെ ഷോർട്ട് കട്ടും ആരോസൊക്കെ യൂസ് ചെയ്തിട്ട് എഴുതുക. ലാസ്റ്റ് എഴുതിയതൊക്കെ വായിച്ച് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, എഴുതേണ്ടതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ അപ്പം തന്നെ ബുക്ക് അടച്ച് വെച്ചിട്ട് കഴിക്കേണ്ട ചോക്ലേറ്റ്സ് 2ഉം കഴിച്ച്. പണ്ട് ടീച്ചേഴ്സൊക്കെ ഇന്ന സാധനം പഠിച്ചു കഴിഞ്ഞാൽ മുട്ടായി തരാമെന്നൊക്കെ പറയില്ല, ആ ഫീൽ ആയിരുന്നു എനിക്കത് കഴിച്ചപ്പോൾ തോന്നിയത്. ഡയറി മിൽക്കിൻ്റെ തന്നെ വേറെ ഏതോ ഒരു ടൈപ്പ് സോയ ഒക്കെ ഉള്ളത് സംഭവം കൊള്ളാം, രസമുണ്ട്. അന്നത്തെ മെയിൻ കോഴ്സ് പത്തിരി, മുട്ടക്കറി പിന്നെ തേങ്ങാപ്പാലായിരുന്നു. അന്ന് എല്ലാവരും നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു, കാരണം എൻ്റെ പഠിപ്പ് കഴിയാൻ നല്ല ലേറ്റ് ആയിക്കണം, 10 മണിയൊക്കെ കഴിയണ്ടായിരുന്നു.
അപ്പോൾ എല്ലാവരും കഴിച്ചതിന് ശേഷമാണ് ഞാൻ കഴിച്ചത്. അങ്ങനെ ഉറങ്ങാൻ ടൈമായി. ഉറങ്ങാനായിട്ട് മുന്നേ ഫസ്റ്റ് ഷാസ് കയറിക്കും, പിന്നെ സ്കിൻ കെയർ ചെയ്യാൻ പോകും. പിന്നെ ഈ ടൈമിലാട്ടെ ഞാൻ ലിപ് ബാം യൂസ് ചെയ്യുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി കിടക്കാനായിട്ട് പിന്നെ കുറച്ച് നേരം ഫോണിൽ കളിച്ച് അങ്ങനെ പിന്നെ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ ശരിക്കും കിടന്നുറങ്ങി.